CMRL എക്സാലോജിക് ഇടപാടിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 അപേക്ഷ പരിഗണിക്കുന്നത്. ടി വീണ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഇഡിയുടെ നീക്കം. SFIO കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച മൊഴികളും അക്കൗണ്ട് വിവരങ്ങളും അടക്കമുള്ള രേഖകളാണ് ഇഡി ആവശ്യപ്പെട്ടത്. സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, എന്താണ് പുതിയ നീക്കങ്ങൾ? ഹർഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിരുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടിരുന്നത്. അതായത് ഒരു വർഷം മുമ്പ് SFIO സമർപ്പിച്ച കുറ്റപത്രത്തിലെ ചില വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ 54 വാല്യങ്ങളായി 134 സെറ്റ് രേഖകൾ SFIO കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിരുന്നു. ആ രേഖകൾ തന്നെയാണ് SFIO ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇതിൽ തന്നെ നേരത്തെ കോടതി ചില പ്രായോഗിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് 24,000-ലധികം പേജുകളുണ്ട്. ആ പേജുകൾ നൽകുമ്പോൾ ഉള്ള പ്രായോഗികത കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഈ അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. മറ്റൊന്ന്, നേരത്തെ തന്നെ വീണയും CMRLും തമ്മിലുള്ള 2016 കരാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ എക്സാലോജിക്കും CMRLും തമ്മിൽ 2017 ഉണ്ടാക്കിയ കരാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സാലോജിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണയുടെ IT റിട്ടേൺ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി ലോൺ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ രേഖകളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജിയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 ഇന്ന് പരിഗണിക്കുന്നത്. ഹർഷൻ, റൈറ്റ്, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.